കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ശിക്ഷേമ സമിതി ഏറ്റെടുത്തു. എല്ലാവിധ സൗകര്യങ്ങളും നൽകി തന്നെ കുട്ടിയെ വളർത്തുമെന്ന് CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ് പറഞ്ഞു. മാതാപിതാക്കൾ തിരിച്ചു വന്നാൽ പോലും അവർ കുട്ടിയെ നോക്കാൻ പ്രാപ്തരാണോ എന്ന് വിശദമായി പഠിച്ചതിനു ശേഷം കുട്ടിയെ കൈമാറുകയുള്ളൂ എന്നും CWC ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി രേണുക ചേരുന്നുണ്ട്. രേണുക, ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിന്റെ നിധിയെ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ആതിര, കുട്ടി ഇപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് സൂപ്രണ്ട് കൈമാറിയിരിക്കുകയാണ്. ഇനി കുട്ടി എറണാകുളം ജില്ലയിലെ ശിശുക്ഷേമ സമിതിയിൽ തന്നെ തുടരും. കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണ തൃപ്തികരമാണ്. കേരളം അല്ലെങ്കിൽ ജനുവരി 29 ജനറൽ ആശുപത്രിയിൽ ജനിച്ച കുട്ടി പേരും കൂടെ കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ സ്വന്തം നിധി CWCയുടെ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ തന്നെ ആരോഗ്യം തൃപ്തികരമായി തന്നെ കുട്ടി ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ തുടരുന്നതാണ്. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലുള്ള അംഗങ്ങൾ കുട്ടിയുമായി ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യാലയത്തിലേക്ക് പോവുകയാണ്. എറണാകുളം ജില്ലയിൽ 41 ശിശുക്ഷേമ സമിതി സ്ഥാപനങ്ങളാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിരിക്കും കുട്ടിയെ നിലവിൽ കൊണ്ടുപോകുക. പക്ഷേ 41 സ്ഥാപനങ്ങളിൽ ഏത് സ്ഥാപനത്തിലാണ് കുട്ടിയെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കുട്ടി ഇപ്പോൾ നിലവിൽ കൈമാറിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി തന്നെ കുട്ടിയെ വളർത്തുമെന്ന് തന്നെയാണ് ശിശുക്ഷേമ സമിതി കാര്യാലയം നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രിയിൽ കുട്ടി വന്നപ്പോൾ 1 കിലോയിൽ താഴെയായിരുന്നു കുട്ടിയുടെ തൂക്കം. ഇപ്പോൾ 2.52 കിലോയിലേക്ക് കുട്ടിയുടെ ആരോഗ്യം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെ ഈ കുട്ടിയെ കൈമാറി എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ തുടർ ഏറ്റവും നിർണായകമായ ഒരു സംഭവം അല്ലെങ്കിൽ ഏറ്റവും പ്രാപ്തത അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ ഈ കുട്ടിയെ നോക്കാനുള്ളൊരു കാര്യക്ഷമത അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു ക്യാപ്പബിൾ ഇല്ലെന്ന് തന്നെയാണ് CWC അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടി അന്വേഷിച്ച് വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായി അന്വേഷിക്കും കുട്ടിയെ അവർക്ക് നോക്കാനുള്ള എല്ലാ ക്യാപ്പബിളും ഉണ്ടോ, അല്ലെങ്കിൽ കൃത്യമായി അന്വേഷിക്കും കുട്ടിയെ അവർക്ക് നോക്കാൻ കഴിയുമോ എന്നൊരു അന്വേഷണം വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും കുട്ടിയെ വീണ്ടും മാതാപിതാക്കളിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ അല്ലാത്ത പക്ഷം ഈ കുട്ടിയെ കൃത്യമായി മാതാപിതാക്കൾക്ക് നോക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ ശിശുക്ഷേമ സമിതി തന്നെ കുട്ടിയുമായി തുടരുമെന്ന് തന്നെയാണ് കഴിയുന്നത്. കുട്ടി അവർ സ്വന്തം കേരളത്തിന്റെ നിധിയെ അവർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മാതാപിതാക്കൾ തിരിച്ചു വരില്ല എന്നൊരു ഉറപ്പിൽ തന്നെയാണ് ഇവരും ഇരിക്കുന്നത്. വരുവാണെങ്കിൽ കൂടി അവർ കൃത്യമായി കുട്ടിയെ നോക്കുമോ, അവർക്കതിനുള്ള പ്രാപ്തതയുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് പോലും കുട്ടിയെ കൈമാറുക എന്നത് വേണം മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ എന്തായാലും എറണാകുളം ജില്ലയിലെ ഒരു ശിശുക്ഷേമ സമിതിയിൽ തന്നെയായിരിക്കും കുട്ടി തുടരുക. കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണ തൃപ്തികരമാണ്. കുട്ടി സാധാരണ കുട്ടികളെ തന്നെ മുലപ്പാലൊക്കെ കുടിക്കാൻ പ്രാപ്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയെ ഇപ്പോൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ശിശുക്ഷേമ സമിതി ഓഫീസിന്റെ വാനിലേക്ക് കുട്ടിയെ കയറ്റുകയാണ്. കുട്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ എറണാകുളം ജില്ലയിലെ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് കുട്ടി എത്തും. പൂർണ്ണ ആരോഗ്യവതിയായി ചുമന്ന വസ്ത്രം ധരിച്ച പെൺകുട്ടി നിധി കേരളത്തിന്റെ ഇപ്പോൾ ഇനി എറണാകുളം ജില്ലയിലെ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് പോവുകയാണ്. ഇനി മാതാപിതാക്കൾ തിരിച്ചു വന്നാൽ പോലും കൊടുക്കില്ല എന്നൊരു തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. കാരണം ഈ 3 മാസം ഈ കുട്ടി ഈ കുട്ടി അല്ലെങ്കിൽ ജനുവരിയിൽ ജനിച്ച കുട്ടി ഇപ്പോൾ ഏപ്രിൽ മാസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 1.5 മാസം കൃത്യമായി ഈ കുട്ടിയുടെ ആരോഗ്യമെല്ലാം ഈ ആശുപത്രി അധികൃതർ തന്നെയാണ് നോക്കിയിരുന്നത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണമായും തൃപ്തികരമാണ്. ആതിര.
തീർച്ചയായിട്ടും കേരളത്തിന്റെ നിധിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും നൽകി തന്നെ കുട്ടിയെ വളർത്തുമെന്നാണ് CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കൾ തിരിച്ചു വന്നാൽ പോലും അവർ കുട്ടിയെ നോക്കാൻ പ്രാപ്തരാണോ എന്ന് വിശദമായി പഠിച്ചതിന് ശേഷം കുട്ടിയെ കൈമാറുകയുള്ളൂ എന്നും CWC ചെയർമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുട്ടി പൂർണ്ണമായും ആരോഗ്യവതിയാണ്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ കുട്ടിയെ വളർത്തുമെന്നാണ് CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ് പറഞ്ഞത്. വിവരങ്ങളുമായി രേണുക ചേരുന്നുണ്ട്. രേണുക, 3 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് മാതാപിതാക്കൾ ഉപേക്ഷിച്ചത്. ഇപ്പോൾ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും നൽകിയ കുട്ടിയെ വളർത്താൻ ഇനി ശിശുക്ഷേമ സമിതിയിൽ അവർ പ്രാപ്തരാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആതിര, ഏറ്റവും നിർണായക ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർക്ക് ഒരേ സമയം സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു സങ്കട കാഴ്ചയും തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം 1.5 മാസം ഈ കുട്ടി ഇവർ സ്വന്തം മകളെ പോലെ, അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർ ഈ നിധിക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടി ഒരിക്കലും കേരളത്തിൽ അനാഥയായിട്ടില്ല. ഒരുപാട് അമ്മമാരുടെ വാത്സല്യത്തോടെ കുട്ടി വളർന്നിട്ടുണ്ട്. സാധാരണ കുട്ടികളെ പോലെ ചിരിക്കുകയും കരയുകയും പാല് കുടിക്കുമ്പോഴുള്ള സന്തോഷവും എല്ലാം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ പരിചരിച്ച ഡോക്ടർ വിജിയുടെ വാക്കുകളും വളരെ വ്യക്തമാണ്. വിജി പറയുന്നുണ്ട്, ഈ കുട്ടി ഇപ്പോൾ CWCയിൽ കൊണ്ടുപോയാൽ പോലും ഞങ്ങൾ ഇടയ്ക്ക് ചെന്ന് കുട്ടിയെ കാണും. കാരണം അവർക്ക് അത്രയും ആ കുട്ടിയുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കൾക്ക്, ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾക്കായുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ തുടർന്ന് ഏകദേശം 3 മാസം ഇതുവരെയ്ക്കും ആ കുട്ടികളുടെ മാതാപിതാക്കൾ ആരാന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത തന്നിട്ടില്ല. ഒരു പക്ഷേ അവർ തിരികെ വന്ന് കുട്ടിയെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും CWC ചെയർമാന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് വിൻസെന്റ് ജോസഫ് പറഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ പൂർണ്ണമായും കുട്ടിയെ നോക്കാൻ പ്രാപ്തരാണെങ്കിൽ മാത്രമേ കുട്ടിയെ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ CWC കാര്യാലയത്തിൽ തന്നെ അല്ലെങ്കിൽ CWC സമിതിയിൽ തന്നെ കുട്ടി തുടരുമെന്ന് വേണം കഴിയാൻ കഴിയുന്നത്. ആരോഗ്യം പൂർണ്ണമായും തൃപ്തികരമാണ്. ആശുപത്രിയിൽ നിന്നും ഇനി അങ്ങോട്ട് കുട്ടി CWC സമിതിയിലേക്ക് അല്ലെങ്കിൽ കാര്യാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും കുട്ടിയുടെ ഭക്ഷണകാര്യങ്ങളും അതോടൊപ്പം തന്നെ മുലപ്പാൽ കുടിക്കുന്നതിലെല്ലാം കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. നല്ല രീതിയിൽ തന്നെ ആരോഗ്യ പരിപാലനങ്ങൾ നോക്കും. കുട്ടിക്ക് ആവശ്യമായുള്ള മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുക്കും. പൂർണ്ണ ആരോഗ്യവതിയായി ചുമന്ന വസ്ത്രം ധരിച്ച് നിധി, കേരളത്തിന്റെ സ്വന്തം നിധി, ഇപ്പോൾ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. ജനിച്ച ജനുവരി 29-നാണ് ഈ കുട്ടി ജനിച്ചത്. ജാർഖണ്ഡ് സ്വദേശികൾ പ്രസവത്തിനായി തന്നെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ട്രെയിനിൽ വെച്ച് പ്രസവവേദന അനുഭവപ്പെടുന്നത്. എറണാകുളം ജില്ലയിൽ കുട്ടി പ്രസവിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ തൂക്കം വളരെ കുറവാണ്. ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് മാതാപിതാക്കൾ കുട്ടി ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. അതിനുശേഷമാണ് വീണ്ടും സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നു. ഇൻക്യുബേറ്ററിൽ കുട്ടിയുടെ ചികിത്സയെല്ലാം തന്നെ വെന്റിലേറ്റർ കുട്ടിയുടെ ചികിത്സയെല്ലാം തന്നെ തൃപ്തികരമാക്കുന്നു. കുട്ടിക്ക് ആവശ്യമായുള്ള ചൂടും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചൂടും വളർച്ചയും എല്ലാം തന്നെ കുട്ടിക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടി ഇപ്പോൾ 1.5 മാസത്തിന് ശേഷം വീണ്ടും പൂർണ്ണ ആരോഗ്യവതിയായി കുട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. ആരോഗ്യം പൂർണ്ണ തൃപ്തികരമായി തന്നെ ഈ നിധിയുടെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുട്ടിക്ക് നിധി എന്നൊരു പേര് നൽകിയത്. അതിനു മുമ്പ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് ബേബി ഓഫ് രഞ്ജിത എന്ന പേരിലാണ് കുട്ടി കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. തികച്ചും ഇപ്പോൾ 1.5 മാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പോലെ പാല് കുടിക്കാനുമെല്ലാം പ്രാപ്തിയായി മരുന്നുകളെല്ലാം ശരീരത്തിൽ ഏറ്റെടുത്ത് ശരീരം തൂക്കം വർദ്ധിച്ച് പൂർണ്ണ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിലേക്ക് കുട്ടിയെ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഒരേ സമയം സങ്കടവും സന്തോഷവും നിറയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ കണ്ടുകൊണ്ടിരുന്നത്. കുട്ടിയെ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് എത്തിച്ച എല്ലാ